ജന്തർ മന്ദറിൽ സംഘടിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സുരക്ഷാ വലയം തീർത്ത് ഡൽഹി പോലീസ് വനാക്രമണത്തിന് പാറ്റക്കൂട്ടം പദ്ധതിയിടുന്നുവെന്ന വിവരത്തെ തുടർന്ന് അതീവ ജാഗ്രതയാണ് ഡൽഹി പോലീസ് പുലർത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ സമരം തുടരുന്നത്. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ സാന്നിധ്യവും ജന്തർ മന്ദറിലുണ്ട്. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച് വൻ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയത്. എന്നാൽ ഡൽഹി പോലീസിന്റെ സമയോചിത ഇടപെടൽ വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് തടയിട്ടു. അതീവ ജാഗ്രതയാണ് ഡൽഹി പോലീസ് തുടരുന്നത്. അക്രമികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് 20 കമ്പനി CRPF കൂടിയെത്തും. പശ്ചിമബംഗാളിൽ നിന്നാണ് കേന്ദ്രസേന ഡൽഹിയിലേക്ക് എത്തുന്നത്. അടിയന്തര വിന്യാസം നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട്. ജൻപത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ബാരക്കമ്പ റോഡ്, സുപ്രീം കോടതി, ഇന്ദ്രപ്രസ്ഥ, RK ആശ്രം തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. അതിനിടെ CJPയുടെ സമരത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടായപ്പോൾ സമയം കളയരുതെന്ന പ്രതികരണം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ജനം, ഡൽഹി.